ഹലോ എവരിവൺ, എക്സാം പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് +2 കൊമേഴ്സിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സബ്ജക്റ്റിലെ സെക്കൻഡ് ചാപ്റ്ററായ അറേ ആണ്. അപ്പം ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നോട്ടും മറ്റു കാര്യങ്ങളും പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എക്സാം പോയിന്റ് എന്ന് പറയുന്ന ഗൈഡ് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോയും ഗൈഡും വെച്ച് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പഠിക്കുകയാണെങ്കിൽ ഷുവറായിട്ടും നല്ലൊരു സ്കോർ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ടേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ടേക്ക് കടക്കാം. ഈ ഒരു ചാപ്റ്ററിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളും ഏറ്റവും ചെറുതുമായിട്ടൊരു ചാപ്റ്ററാണ് എന്ത്, അറേ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കടക്കാം, എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ അറേ എന്ന് പറയുന്നത്, നമ്മൾ അറേ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ നോർമലി നമ്മുടെ മലയാളം മീനിങ്ങിൽ അറേ എന്ന് വെച്ച് അല്ലെങ്കിൽ അറ എന്ന് വെച്ച് എന്താണ്, കുറേ സാധനങ്ങൾ അടുക്കി വെക്കുന്ന ഒരു സ്ഥലമാണ് അറ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേപോലുള്ള കുറേ ഡാറ്റാസ് നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അറേ എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ടൈപ്പ് ഓഫ് ഡാറ്റാസോ അല്ലെങ്കിൽ എലമെൻസോ നമ്മൾ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുന്ന മെമ്മറി ലൊക്കേഷൻസിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അറേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ റിയൽ ലൈഫിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലെ അലമാറയിൽ നമ്മൾ ഡ്രസ്സ് വെക്കുന്ന അലമാറയിൽ നമ്മൾ പച്ചക്കറി കൊണ്ടുവന്ന് വെക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ കമ്പ്യൂട്ടറിൽ അറേ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറേ ഈസ് എ കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ഓഫ് സെയിം ടൈപ്പ് പ്ലേസ്ഡ് ഇൻ എ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ. എന്ന് വെച്ചാൽ ഒരേപോലുള്ള കുറേ ഡാറ്റാസ് നമ്മൾ എന്ത് ചെയ്യാണ്, കണ്ടിന്യൂസ് ആയുള്ള മെമ്മറി ലൊക്കേഷനിൽ കളക്ട് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അറേ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നോർമലി നമ്മൾ എന്ത് ചെയ്യും, ഇൻറ്റ് മാർക്ക് എന്ന് കൊടുക്കും. ഓക്കെ, ഇൻറ്റ് മാർക്ക് കൊടുത്തു, ദെൻ മാർക്ക് ഈക്വൽ ടു 80 എന്ന് ഞാൻ കൊടുത്തു, ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒറ്റൊരു മാർക്ക് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളൂ, ആണല്ലോ. ഇപ്പോൾ നമുക്കൊരു 16 സ്റ്റുഡൻസിൻ്റെ മാർക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ കൊടുക്കണം എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 16 മാർക്കിന് M1 M2 M3 നമ്മൾ 16 വരെ എഴുതുമ്പോൾ നമുക്ക് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള പ്രോഗ്രാമായിട്ട് മാറില്ലേ. അപ്പം അങ്ങനെ സംഭവം നമുക്ക് ആ ഒരു കോംപ്ലക്സിറ്റി നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ലെങ്തി പ്രോബ്ലം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനൊരു കൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം അറേ എന്ന് പറയുന്നത് എന്താ, സിമ്പിളായിട്ട് നിങ്ങൾ ആലോചിക്കുക. അറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേപോലുള്ള കുറേ ഡാറ്റാസ് എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്, അറേ എന്ന് പറയുന്നത്. അതിനകത്തൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസ്, അടുത്തടുത്തുള്ള മെമ്മറി ലൊക്കേഷൻസിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരേപോലുള്ള കുറേ ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ അതിൻ്റെ എക്സാമ്പിളാണ് A(10) ദെൻ നമ്പർ ഓഫ് 20 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലാണ് എന്ത് കൊടുത്തിട്ടുള്ളത്, 10ഉം 20യും കൊടുത്തുള്ളത്. ഈ സ്ക്വയർ ബ്രാക്കറ്റിനെ വിളിക്കുന്ന പേര് എന്താ, ഇൻഡെക്സ് നമ്പർ അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, അറേയുടെ എവിടെ നിന്നൊക്കെയാണ് അല്ലെങ്കിൽ ഏത് എലമെൻറ്റ് എവിടെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ നമ്മൾ എന്ത് ചെയ്യാണ്, പൊസിഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻഡെക്സ് നമ്പർ അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട്, എലമെൻറ്റ് ഇൻ എ അറേ ക്യാൻ ബി ആക്സസ്ഡ് യൂസിങ് ഇറ്റ്സ് പൊസിഷൻ ഈസ് കോൾഡ് എന്താണ്, ഇൻഡെക്സ് നമ്പർ അല്ലെങ്കിൽ എന്താണ്, സബ്സ്ക്രിപ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ ആൻ അറേ ഇൻഡെക്സ് സ്റ്റാർട്ട് ഫ്രം 0. നമ്മളിപ്പം ഈ ഒരു ഇൻഡെക്സ് അല്ലെങ്കിൽ പൊസിഷൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്, 0 എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു മെമ്മറി ലൊക്കേഷൻ കാണിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് 5 ആണ് സൈസ് എങ്കിൽ, ഇപ്പോൾ 1 2 3 4 5 അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും, 0 എന്നായിരിക്കും. 0 1 2 3 4 4 വരെ ഉള്ളൂ. അപ്പോൾ ടോട്ടൽ എത്രയായി, 1 2 3 4 5 4 സൈസ്. അപ്പം നമ്മൾ എപ്പോഴും ഈ ഇൻഡെക്സ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും, 0 എന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു 10 ആണെങ്കിൽ, 10 സൈസ് ആണെങ്കിൽ അത് സ്റ്റാർട്ട് ടു എൻഡ് എന്തായിരിക്കും, 0 to 9 ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ അറേ എന്ന് പറയുന്നത് എന്താണ്, ഒരേപോലുള്ള കുറേ ഡാറ്റാസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അത് എവിടെ ആയിരിക്കണം, കണ്ടിന്യൂസ് മെമ്മറിയിലായിരിക്കണം. ഇത്രയും കാര്യം നിങ്ങൾ ആലോചിച്ച് വെക്കുക. അതേപോലെ ഇൻഡെക്സ് നമ്പർ, ആ പൊസിഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡെക്സ് നമ്പർ എന്ന് വിളിക്കുന്നത്. നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിലാണ് കാണിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എത്ര സൈസ്, ആ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ 10 ആണെങ്കിൽ നമുക്ക് 10 എലമെൻസിന് 10 ഡാറ്റാസ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആ സൈസാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് ഓക്കെ അല്ലേ, അറേ എന്താണെന്നുള്ളതും അതിൻ്റെ സൈസും സബ്സ്ക്രിപ്റ്റൊക്കെ. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് അറേ ഡിക്ലറേഷൻ ആണ്. ഓക്കെ, അപ്പോൾ അറേ ഡിക്ലറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറേ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്, അതിൻ്റെ സിൻടാക്സ് ആണ് ഡാറ്റ ടൈപ്പ് അറേ നെയിം ഓഫ് സൈസ് ദെൻ സെമിക്കോളൻ. ഓക്കെ, അപ്പം ഈ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്, അപ്പോൾ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഇൻറ്റിജർ, ക്യാരക്ടർ, ഫ്ലോട്ട് തുടങ്ങിയ കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്, ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ദെൻ എന്ത് കൊടുക്കണം, അറേക്ക് ഒരു പേര് കൊടുക്കണം. ദെൻ സൈസ്, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ആ മെമ്മറി ലൊക്കേഷൻ്റെ അത് കാണിക്കുന്നതാണ് സൈസ് എന്ന് പറയുന്നത്, ആണല്ലോ. സൈസ് എന്ന് പറയുന്നത് സൈസ് നമ്പർ ഓഫ് മെമ്മറി ലൊക്കേഷൻ ഇൻ ദ അറേ. അപ്പോൾ എത്രയാണ് ആ മെമ്മറി ലൊക്കേഷൻ്റെ സൈസ്, അത് കാണിക്കുന്നതാണ് എന്ത്, സൈസ് എന്ന് പറയുന്നത്.
ഓക്കെ ആണ്. അപ്പോൾ അറേ ഇങ്ങനെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്, ഡാറ്റ ടൈപ്പ് അറേ നെയിം ഓഫ് സൈസ്. ഓക്കെ ആണല്ലോ. ദെൻ അതിന് എക്സാമ്പിൾസ് ആണ് ഇൻറ്റ് n ഓഫ് 10. അപ്പോൾ ഇൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡാറ്റ ടൈപ്പ് ആണ്. ഓക്കെ, ഡാറ്റ ടൈപ്പ് ആണ് എന്തെന്ന് പറയുന്നത് ഇൻറ്റ് എന്ന് പറയുന്നത്. n എന്ന് പറയുന്നത് എന്താണ്? അറേ നെയിം ആണ്. ദെൻ 10 എന്ന് പറയുന്നത് എന്താണ്? സൈസ് ആണ്. അപ്പോൾ നമുക്ക് 10 സൈസ് അല്ലെങ്കിൽ എന്താണ് 0 to 9 വരെയാണ് അതിൻ്റെ ഇൻഡെക്സ് നമ്പർ എന്ന് വരുന്നത്. അപ്പോൾ നമുക്ക് 10 എലമെൻറ്റ്സിന് 10 ഡാറ്റാസ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ ആണ്. നെക്സ്റ്റ് പറയുന്നത് ഫ്ലോട്ട് ആണ്. ഫ്ലോട്ട് ഓഫ് a ഓഫ് 5 ആണ്. ഫ്ലോട്ട് എന്ന് പറയുന്നത് എന്താണ്? ഡെസിമൽ പോയിന്റ്സിനാണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ 2.5 അല്ലെ പോയിന്റ് വരുന്ന നമ്പേഴ്സാണ് ഫ്ലോട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാൻ പറ്റില്ല? ഈ പോയിന്റ് വരുന്ന സംഖ്യകൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഫ്ലോട്ട് എന്ന് പറയുന്നത് എന്താണ്? ഈ ഡെസിമൽ പോയിന്റ്സ് വരുന്നത് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ പേരെന്താണ്? അറേയുടെ പേര് a ആണ്. അതിൻ്റെ സൈസ് എത്രയാണ്? 5 ആണ്. ദെൻ ക്യാർ നെയിം 25. ക്യാർ എന്ന് പറയുമ്പോൾ എന്താണ്? സിംഗിൾ കോഡ്സിൽ നമ്മൾ എഴുതുന്ന ലെറ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. അപ്പോൾ അതിൻ്റെ നെയിം എന്താ? നെയിം തന്നെയാണ്. സൈസ് 25 ആകുമ്പം അതിൻ്റെ ഇൻഡെക്സ് നമ്പർ എന്തായിരിക്കും? 0 to 24 ആയിരിക്കും. അത് മറന്നു പോകരുത്. ഓക്കെ ആണ്. അപ്പോൾ നമ്മൾ അറേ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ജസ്റ്റ് ഡാറ്റ ടൈപ്പ്, അറേക്ക് ഒരു പേര് കൊടുക്കുക, ദെൻ സൈസ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അറേ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അടുത്തത് നമ്മൾ പറയുന്നത് അറേ ഇനീഷ്യലൈസേഷൻ ആണ്. അപ്പോൾ അറേ ഇനീഷ്യലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇപ്പോൾ അറേ ഡിക്ലറേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അറേ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ വാല്യൂസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അറേ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് അങ്ങനെ പറയാം. അപ്പോൾ ഇവിടെ നോക്കാം നമുക്ക്. ഗിവിംഗ് വാല്യൂസ് ടു ദ അറേ എലമെൻറ്റ്സ് അറ്റ് ദ ടൈം ഓഫ് അറേ ഡിക്ലറേഷൻ ഈസ് നോൺ ആസ് അറേ ഇനീഷ്യലൈസേഷൻ. പറഞ്ഞാൽ മനസ്സിലായോ? നമ്മൾ അറേ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ വാല്യൂസ് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അറേ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. നേരത്തെ എഴുതിയ അതേ എക്സാമ്പിൾ ആണ് ഇൻറ്റിജർ n ഓഫ് 10. അപ്പോൾ ഇൻറ്റിജർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് ആണ്, n അറേയുടെ പേരാണ്, ദെൻ സൈസ് 10 ആണ്. അപ്പം സൈസ് 10 ആകുമ്പം ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുമ്പോൾ എന്താ? 0 ആണ്. 0 to 9. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ എന്താ നമുക്കുള്ളത്? 12. ദെൻ ലാസ്റ്റ് പൊസിഷനിൽ 28. ഇത്രയും എലമെൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം? ഒറ്റയടിക്ക് ഡിക്ലെയർ ചെയ്യുന്ന സമയത്തിന് നമുക്ക് എന്ത് ചെയ്യാം? കൊടുക്കുകയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അറേ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത ഫ്ലോട്ട്. ഫ്ലോട്ട് എന്ന് പറയുമ്പോൾ ഡെസിമൽ പോയിന്റ്സ് ആണ്. 5 ആണ് ഇതിൻ്റെ സൈസ്, a ആണ് അതിൻ്റെ അറേയുടെ നെയിം. ദെൻ 10.5 ആണ് 0th പൊസിഷൻ. ദെൻ എന്താണ്? 4th പൊസിഷനിൽ എത്താണ്? 14.5 ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്യാരക്ടർ വേർഡ് ആണ്. അപ്പോൾ ഇതിന് സൈസ് എന്താ? 7 ആണ്. അപ്പോൾ ക്യാരക്ടർ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? സിംഗിൾ കോഡ്സിൽ കൊടുക്കണം. അതുകൊണ്ടാണ് വി സിംഗിൾ കോഡ്സിൽ, ഐ ഓരോന്ന് എന്ത് കൊടുത്തത്? സിംഗിൾ കോഡ്സിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പൊസിഷനിൽ വി, ലാസ്റ്റ് പൊസിഷനിൽ എന്താണ്? നമുക്ക് 6 ആണ് വരിക. 7 ആയതുകൊണ്ട് 0 to 6 6 വന്നിട്ടുള്ളത് ആണല്ലോ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അറേ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ വാല്യൂസ് കൊടുക്കുക. പക്ഷെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ കേളി ബ്രാക്കറ്റിനുള്ളിൽ വേണം എന്ത് ചെയ്യാൻ? സെപ്പറേറ്റ് കോമട്ട് എന്ത് കൊടുക്കണം? വാല്യൂസ് കൊടുത്തിട്ട് ഏറ്റവും അവസാനം എന്ത് കൊടുക്കണം? സെമി കോളൻ കൊടുക്കണം. അപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അറേ ഇനീഷ്യലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ വാല്യൂസ് എന്ത് ചെയ്യുക? കൊടുക്കുക. അതിനെയാണ് എന്ത് പറയുന്നത്? അറേ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തതായി നമ്മൾ എടുക്കുന്നത് മെമ്മറി അലോക്കേഷൻ ഫോർ അറേസ് ആണ്. ഓക്കെ, അപ്പോൾ മെമ്മറി അലോക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അറേസിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതാണ്. അതിന് ഇക്വേഷൻ ഉണ്ട്. ടോട്ടൽ ബൈറ്റ് ഇസ് ഈക്വൽ ടു സൈസ് ഓഫ് ഡാറ്റ ടൈപ്പ് ഇൻറ്റു സൈസ് ഓഫ് ദ അറേ. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. എന്ന് വെച്ചാൽ നമ്മൾ ഡാറ്റ ടൈപ്പിൻ്റെ സൈസും അതേപോലെ തന്നെ എന്താണ് അറേയുടെ സൈസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ടോട്ടൽ ബൈറ്റ്സ് കിട്ടുക. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ദ നമ്പർ ഓഫ് ബൈറ്റ്സ് നീഡഡ് ടു സ്റ്റോർ അറേ ഇൻറ്റ് a ഓഫ് 10. അപ്പോൾ ഇൻറ്റ് a ഓഫ് 10 നമുക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ ടോട്ടൽ ബൈറ്റ് എത്ര വേണമെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇൻറ്റ് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ്, ഇതിൻ്റെ സൈസ് എത്രയാണ്? 4 ആണ്. ദെൻ എത്ര ഉണ്ട്? നമുക്ക് 10 ആണ്. അപ്പോൾ 4 × 10 40 ബൈറ്റ്സ്. ഓക്കെ ആണല്ലോ. ഇതിനടുത്ത് നോക്കിക്കേ, ഫ്ലോട്ട് p ഓഫ് 5 എന്ന് പറയുമ്പോൾ ഫ്ലോട്ടാണ് ഡാറ്റ ടൈപ്പ്, അതിൻ്റെ സൈസ് എത്രയാണ്? 4 ആണ്. ദെൻ അത് ഡാറ്റ എത്രയാണ്? 5 ആണ്. 4 × 5 എന്താണ്? 20 ആണ്. 4 × 5 20 ആണ്. ദെൻ അടുത്ത എന്താണ്? ആ ക്യാരക്ടർ ആണ്, 25 ആണ്. ക്യാരക്ടർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിൻ്റെ സൈസ് എത്രയാണ്? 1 ആണ്. ദെൻ അറേയുടെ സൈസ് എത്രയാണ്? 25 ആണ്. അപ്പം 1 × 25. ദെൻ അടുത്തൊരു എക്സാമ്പിൾ നോക്കിക്കേ. ഇൻറ്റ് നമ്പർ എന്താണ് ഇവിടെ കൊടുത്തിട്ടില്ല, നമ്മൾ ഓൾറെഡി ഇനീഷ്യലൈസേഷൻ ചെയ്ത്. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര ഉണ്ട്? 1 2 3 4 5 6 ആണ്. അപ്പോൾ അറേയുടെ സൈസ് എത്രയാണ്? 6 ആണ്. ദെൻ ഇൻറ്റിജർ ആയതുകൊണ്ട് 4 ആണ്. അപ്പോൾ ദെൻ 4 × 6 എത്ര വരും? 24 ബൈറ്റ് ആണ് എന്ത് വരുന്നത്? ടോട്ടൽ ബൈറ്റ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? മെമ്മറി അലോക്കേഷൻ ഓഫ് അറേ അല്ലെങ്കിൽ ടോട്ടൽ ബൈറ്റ് കണ്ടുപിടിക്കുന്നത്. സൈസ് ഓഫ് ദ ഡാറ്റ ടൈപ്പ് ഇൻറ്റു സൈസ് ഓഫ് ദ അറേ.
ഓക്കെ ആണല്ലോ, സിമ്പിളാണ്. ജസ്റ്റ് ആ ഒരു ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഓർത്ത് വെക്കുക. ദെൻ ഡാറ്റ ഇൻറ്റിജറിൻ്റെയും ഫ്ലോട്ടിൻ്റെയും ക്യാരക്ടറിനൊക്കെ എന്താണ് സൈസ് ഓർത്ത് വെക്കുക. ഇൻറ്റിജറും ഫ്ലോട്ടൊക്കെ 4 തന്നെയാണ്, ക്യാരക്ടർ എത്രയാണ് 1 ആണ്. ദെൻ അതിനുശേഷം എന്ത് ചെയ്താൽ മതി, സൈസ് ഓഫ് ദ അറേ എന്ന് പറയുമ്പോൾ ഓൾറെഡി നമുക്ക് തരും, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ, അറേ ട്രാവേഴ്സൽ ഓപ്പറേഷൻ. ട്രാവേഴ്സൽ എന്ന് പറയുന്നത് എന്താ, ആ മീനിങ് തന്നെ ഉണ്ടല്ലേ, ട്രാവേഴ്സൽ, ട്രാവൽ ചെയ്യുക അല്ലേ. അപ്പോൾ അറേ ട്രാവേഴ്സൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സസിങ് ഈച്ച് എലമെൻറ്റ് ഓഫ് ആൻ അറേ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ പ്രോഗ്രാം ഈസ് കോൾഡ് അറേ ട്രാവേഴ്സൽ. എന്ന് വെച്ചാൽ നമ്മൾ ഒറ്റ പ്രാവശ്യമെങ്കിലും ഓരോ അറയിലുള്ള ഓരോ എലമെൻറ്റിലൂടെയും കടന്നു പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അറേ ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. ഈ മെമ്മറി ലൊക്കേഷനിൽ ഓരോന്നിലും ഓരോ എലമെൻറ്റ്സ് ഉണ്ട്. ഈ എല്ലാ എലമെൻറ്റ്സിലും ഒരു പ്രാവശ്യമെങ്കിലും പോയി നോക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ അത് നോക്കിയിട്ട് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അറേ ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ C++ സ്റ്റേറ്റ്മെൻറ്റ് ടു ഡിസ്പ്ലേ എലമെൻറ്റ് ഓഫ് എൻ അറേ n(10). നമ്മൾ C++ൽ എങ്ങനെയാണ് നമുക്ക് n(10) എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്, അതിനുള്ള സിൻടാക്സ് ആണ്, അതിനുള്ളൊരു പ്രത്യേകമായൊരു കോഡാണ്. ഈ ഒരു കോഡ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. for i = 0 then സെമിക്കോളൻ i<10 i++ cout എന്താണ് n(i). അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 10 എലമെൻറ്റ്സ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു കോഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ. ദെൻ അടുത്ത എന്താണ്, C++ സ്റ്റേറ്റ്മെൻറ്റ് ടു ഇൻപുട്ട് 10 നമ്പേഴ്സ് ഇൻ ടു അറേ ഓഫ് n(10). എന്ന് വെച്ചാൽ നമുക്കിത് ഡിസ്പ്ലേ ചെയ്യാനും, ഇത് രണ്ടാമത്തെ എന്താ പറഞ്ഞിട്ടുള്ളത്, നമുക്ക് 10 നമ്പേഴ്സ് ഇൻപുട്ടായിട്ട് കൊടുക്കണം. അപ്പം for i = 0 i<10 i++. ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ് cout വന്നത്. ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് വരും, സീന് ഗ്രേറ്റർ ദാൻ n ഓഫ് എന്ത് വന്നു, i വന്നു. നമുക്കറിയാം ഡിസ്പ്ലേ ചെയ്യാനാണ് cout, ഇൻപുട്ട് കൊടുക്കാനാണ് എന്ത്, cn എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ജസ്റ്റ് ഈ ഒരു കോഡ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ ഫസ്റ്റത്തെ രണ്ടും സെയിം തന്നെയാണ്. ഡിസ്പ്ലേ ചെയ്യുമ്പോൾ cout, ഇൻപുട്ട് കൊടുക്കുമ്പോൾ എന്താണ്, cn. ദെൻ അറേ ട്രാവേഴ്സൽ എന്ന് പറയുമ്പോൾ എന്താ, ആ ഒരു മെമ്മറിയിൽ കിടക്കുന്ന അല്ലെങ്കിൽ ആ ഒരു അറേയിൽ കിടക്കുന്ന എല്ലാ എലമെൻറ്റ്സിനെയും എന്ത് ചെയ്യാണ്, ഒറ്റ പ്രാവശ്യമെങ്കിലും പോയി നോക്കി വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അറേ ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ. അപ്പം നമ്മൾ അറേ ട്രാവേഴ്സിലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു, അതിൻ്റെ അകത്ത് നമ്മൾ എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്, ഇൻപുട്ട് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്കൊരു ചെറിയൊരു പ്രോഗ്രാം നമുക്ക് നോക്കാം, C++ പ്രോഗ്രാം. ഓക്കെ. റൈറ്റ് എ C++ പ്രോഗ്രാം ടു ഇൻപുട്ട് 10 നമ്പേഴ്സ് ഇൻ ടു ആൻ അറേ ആൻഡ് ഡിസ്പ്ലേ ദ സം ഓഫ് നമ്പേഴ്സ്. നമുക്ക് 10 നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്തിട്ട് അതിൻ്റെ സം എന്ത് ചെയ്യണം, നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ നമ്മൾ അവിടെ നേരത്തെ കണ്ടു കഴിഞ്ഞു എങ്ങനെ നമ്മൾ ഇൻപുട്ട് കൊടുക്കണമെന്ന് കണ്ടു അല്ലേ, 10 നമ്പേഴ്സ് എങ്ങനെ ഇൻപുട്ട് കൊടുക്കാമെന്ന് കണ്ടു. ദെൻ അതിനെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഡിസ്പ്ലേ കാണിക്കണം. എന്താ ഡിസ്പ്ലേ ചെയ്യേണ്ടത്, അതിൻ്റെ സമ്മായിരിക്കണം ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കൊടുത്തു, #include IO stream, ദെൻ ഹെഡർ ഫയൽ കൊടുത്തു, യൂസിങ് നെയിം സ്പേസ് std ഇതൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ദെൻ അടുത്ത് നമ്മൾ ഫംഗ്ഷൻ എഴുതി, ഇൻറ്റ് മെയിൻ എഴുതി, ദെൻ ഓപ്പൺ ബ്രേസ്, ദെൻ എന്ത് ചെയ്തു, ഓപ്പൺ ബ്രേസ് ചെയ്തു. ദെൻ എന്താണ്, ഇൻറ്റ് n(10) എന്ന് കൊടുത്തു. ദെൻ n എന്ന് പറയുന്നത് എന്താണ്, അറേയുടെ നെയിമാണ്. ദെൻ ഇൻറ്റ് ഡാറ്റ ടൈപ്പാണ്. ദെൻ അറേ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം i എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. s = എന്ത് കൊടുത്തു, 0 നമ്മൾ കൊടുത്തു. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ആദ്യം നമ്മൾ ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് കൊടുത്തു, cout enter 10 നമ്പേഴ്സ്. നമ്മൾ എന്ത് കൊടുത്തു, നമുക്ക് 10 നമ്പേഴ്സ് എൻ്റർ ചെയ്യണം. cout എന്ന് പറയുമ്പോൾ എന്താ, ഡിസ്പ്ലേ കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ, for i = 0 i<10 i++ അല്ലെങ്കിൽ +i എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. ദെൻ ബ്രേസ് ഓപ്പൺ ചെയ്തു. ബ്രേസ് ഓപ്പൺ ചെയ്ത് നമ്മൾ എടുത്തു cin, നമ്മൾ ഇൻപുട്ടായിട്ടാണ് കൊടുക്കുന്നത് അല്ലേ. നമുക്ക് ആദ്യം ഈ നമ്പേഴ്സ് എന്ത് കൊടുക്കണം, ഇൻപുട്ടായിട്ട് കൊടുത്തതിന് ശേഷം ഈ നമ്പേഴ്സിന് എന്താ ഡിസ്പ്ലേ ചെയ്യേണ്ടത്, സമ്മാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. അതിന് വേണ്ടിയാണ് ഇവിടെ എന്ത് കൊടുത്തത്, cin n(i) എന്ന് കൊടുത്തു. ഓക്കെ. ദെൻ അതിനുശേഷം എന്ത് കൊടുത്തു, s = s + n(i) എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്സിൽ നമ്മൾ ആദ്യം കിടക്കുന്ന എന്താണ്, 0 ആണ്. അപ്പോൾ n(i) എന്ന് പറയുന്നത് എന്താണ്, അപ്പോൾ n(ൽ) നമുക്ക് 5 ആണ് സൈസ് എങ്കിൽ ഫസ്റ്റ് മെമ്മറി ലൊക്കേഷനിൽ നമുക്കിപ്പം 2 3 4 ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നമുക്ക് 2 ആണെങ്കിൽ 4 ആണ് ഇതിൻ്റെ സൈസ് എങ്കിൽ, അല്ലെങ്കിൽ 3 ആണ് ഇതിൻ്റെ സൈസ് എങ്കിൽ നമുക്ക് 2 3 4 ആണെങ്കിൽ ഈ ഫസ്റ്റ് കിടക്കുന്ന എസ്സിൽ എന്താണ്, 0 ആണ്. 0 + 2, അപ്പം 0 + 2 നമുക്കത് എവിടേക്ക് പോകും, 2 എന്ന് പറയുന്ന ആൻസർ എസ്സിലോട്ട് പറയും. അപ്പോൾ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. റിപ്പീറ്റ് ചെയ്ത് എപ്പോഴാണോ ആ ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ നമ്മൾ അറേയുടെ സൈസ് വെച്ചിട്ട് കണ്ടീഷൻ എപ്പോഴാണോ സ്റ്റോപ്പ് ആവുന്നത് അതുവരെ എന്ത് ചെയ്യും, ഇതിങ്ങനെ ലൂപ്പ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. നമുക്കിത് ഫസ്റ്റ് ചാപ്റ്റർ പറഞ്ഞിട്ടുണ്ട് ലൂപ്പിൻ്റെ കാര്യങ്ങളൊക്കെ. അങ്ങനെ അത് കണ്ടീഷൻ നമ്മൾ എറർ ആയിക്കണമെങ്കിൽ തെറ്റായിക്കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് ആ ലൂപ്പ് സ്റ്റോപ്പ് ആവും. അതിനുശേഷം എന്ത് ചെയ്യും, എത്രയാണോ നമുക്ക് ലാസ്റ്റ് സമ്മ് കിട്ടിയിട്ടുള്ളത് ആ സമ്മ് നമുക്ക് ഇവിടെ എന്ത് ചെയ്ത് കാണിക്കും, ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അതിനാണ് cout < sum of 10 നമ്പേഴ്സ്. ഇങ്ങനെ നമുക്ക് പ്രിന്റിൽ അല്ലെങ്കിൽ നമ്മൾ ഔട്ട്പുട്ടിൽ എങ്ങനെ കാണിക്കും, sum of 10 നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, എത്രയാണോ നമ്മൾ ആഡ് ചെയ്തത് അല്ലെങ്കിൽ എത്രയാണോ നമുക്ക് ആൻസർ 10 ആണെങ്കിൽ 10 എന്ന് പറയുന്ന ആൻസർ നമുക്ക് അവിടെ എന്ത് ചെയ്യും, ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അതിനാണ് ഈ എസ് അവസാനം കൊടുത്തത്. ഈ എസ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഒരു എസ് ആണ്.
ഈ എസ്സിൽ കിടക്കുന്ന വാല്യൂ അവസാനം നമ്മൾ ഈ കണ്ടീഷൻ ലൂപ്പ് ഒക്കെ കഴിഞ്ഞു, കണ്ടീഷൻസ് ഒക്കെ തെറ്റി ലൂപ്പ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എസ്സിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്യും, അവസാനം ഒരു വാല്യൂ സ്റ്റോർ ആവും. ആ വാല്യൂ ആണ് അവസാനം എന്ത് ചെയ്യുന്നത്, ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ദെൻ എന്ത് കൊടുക്കും, നമ്മൾ റിട്ടേൺ 0 കൊടുക്കും. നമ്മൾ എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യും, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. ഓക്കെ ആണല്ലോ? യെസ്, ഇതാണ് നമുക്ക് ചെറിയൊരു പ്രോഗ്രാം. എന്താണ്, നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ട് 10 നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോഗ്രാമൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് സ്ട്രിങ് ഹാൻഡ്ലിംഗ് യൂസിങ് അറേ. അപ്പോൾ സ്ട്രിങ് എന്താണെന്ന് നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ട്രിങ് എന്ന് പറയുമ്പോൾ എന്താണ്, എ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ എ ഡബിൾ കോഡ്സ്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ക്യാരക്ടർ ആണെങ്കിൽ ഇപ്പം എ എന്ന് എഴുതി ഡബിൾ കോഡ്സ് ആണെങ്കിൽ അതിന് എന്ത് വിളിക്കാം, നമുക്ക് സ്ട്രിങ് എന്ന് വിളിക്കാം. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ക്യാരക്ടർ അറേ ക്യാൻ ബി യൂസ്ഡ് ടു സ്റ്റോർ സ്ട്രിങ്. നമ്മളൊരു ക്യാരക്ടർ അറേ നമുക്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം, സ്ട്രിങ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സ്ട്രിങ് എന്ന് പറയുന്നത് എന്താണ്, ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഡബിൾ കോഡ്സിൽ കൊടുക്കുന്ന എല്ലാത്തിനെയും നമുക്ക് എന്ത് വിളിക്കാം, സ്ട്രിങ് എന്ന് പറയാം. അപ്പോൾ ഒരു ക്യാരക്ടർ അറേ നമുക്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം, സ്ട്രിങ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിന് അതിൻ്റെ അകത്ത് വരുന്നൊരു മെയിൻ സംഭവമാണ് നൾ ക്യാരക്ടർ അല്ലെങ്കിൽ /0. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്, നൾ ക്യാരക്ടർ എന്നാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോർഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ സ്ട്രിങ്, ആ സ്ട്രിങ് അവസാനിച്ചു എന്ന് പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ആപ്പിൾ എന്ന് എഴുതി. ഇപ്പോൾ ആപ്പിൾ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും അവസാനം ഇ ആണ്. അത് കഴിഞ്ഞിട്ട് എന്താണ്, നമുക്ക് കുറേ സ്പേസസ് ബാക്കി ഉണ്ടെങ്കിൽ അവിടെ വെച്ച് ഞാൻ എന്ത് ചെയ്തു, /0 എന്ന് പറയുന്ന സംഭവം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും, ആ സ്ട്രിങ് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്തു, എൻഡ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതിനെ പറയുന്ന പേരെന്താണ്, നൾ ക്യാരക്ടർ ആണ്. /0 ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, എൻഡ് ഓഫ് ദ സ്ട്രിങ് അല്ലെങ്കിൽ സ്ട്രിങ് അവിടെ കഴിഞ്ഞു എന്ന് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, /0 അല്ലെങ്കിൽ നൾ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ദിസ് ക്യാരക്ടർ ഈസ് യൂസ്ഡ് ആസ് എ സ്ട്രിങ് ടെർമിനേറ്റർ. നമ്മളിത് എന്താണ്, സ്ട്രിങ് ടെർമിനേറ്റ് അല്ലെങ്കിൽ സ്ട്രിങ് അവിടെ കഴിഞ്ഞു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ സ്ട്രിങ് പറഞ്ഞിട്ടുണ്ട്. എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഒരു ക്യാരക്ടർ അറിയാം നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, സ്ട്രിങ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അതിനകത്ത് പറഞ്ഞ മറ്റൊരു കാര്യം എന്താണ്, നൾ ക്യാരക്ടർ ആണ്. നൾ ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താണ്, സ്ട്രിങ് അവിടെ അവസാനിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, നൾ ക്യാരക്ടർ. അതെങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, /0. ഓക്കെ ആണല്ലോ? ഈ ഒരു കാര്യം എല്ലാവർക്കും ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ സ്ട്രിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് അത് വെച്ചൊരു പ്രോഗ്രാമാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ടു ഇൻപുട്ട് എ സ്ട്രിങ് ആൻഡ് ഡിസ്പ്ലേ. നമ്മൾ ഒരു സ്ട്രിങ് ഇൻപുട്ട് ചെയ്യണം, ദെൻ അത് എന്ത് ചെയ്യണം, നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം ആണല്ലോ. അപ്പോൾ സ്ട്രിങ് എന്ന് പറയുന്നത് എന്താണ്, ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സിൻ്റെ ഡബിൾ കോഡ്സ് ആണ് എന്തെന്ന് പറയുന്നത്, സ്ട്രിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ആഷ് ഇൻക്ലൂഡ് IO സ്ട്രീം യൂസിങ് നെയിം സ്പേസ് STD നമ്മൾ എന്ത് ചെയ്തു, മെയിൻ ഫംഗ്ഷൻ നമ്മൾ കൊടുത്തു. ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. കാരണം നമുക്കറിയാം ക്യാരക്ടർ അറേയാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ ആദ്യം എന്ത് ചെയ്തു, അറേ ഡിക്ലെയർ ചെയ്തു. ക്യാരക്ടറാണ് അതിൻ്റെ ഡാറ്റ ടൈപ്പ്. മൈ നെയിം എന്നാണ് അറേയുടെ നെയിം. ദെൻ സൈസ് എത്രയാണ്, 10 ആണ്. ദെൻ സി ഔട്ട് എൻറ്റർ യുവർ നെയിം. നമുക്ക് എന്ത് കാണിക്കും, ആദ്യം ഡിസ്പ്ലേ ചെയ്യുമ്പം എൻറ്റർ യുവർ നെയിം എന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ദെൻ സീൻ ഇൻപുട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്തു, മൈ നെയിമാണ് ഇൻപുട്ടായിട്ട് പോകുന്നത്. വെച്ചാൽ ഇതെന്താണോ നമ്മൾ കൊടുക്കുന്നത് ആ മൈ നെയിം, ഈ അറേനകത്ത് അറേയുടെ നെയിമാണ് ഇവിടെ കൊടുക്കുക. കാരണം അറേൻ്റെ ഉള്ളിലാണ് നമ്മൾ ആ സ്ട്രിങ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അറേയുടെ പേര് അവിടെ എന്ത് കൊടുക്കുന്നത്, ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ദെൻ സി ഔട്ട് എന്താണ്, ഹലോ. ദെൻ മൈ നെയിം. അപ്പോൾ നമ്മൾ ഹലോ എന്ന് എന്ത് ചെയ്യണം, നമ്മൾ സി ഔട്ടിൽ മൈ നെയിമിൻ്റെ കൂടെ കാണിക്കണം. ദെൻ റിട്ടേൺ എന്ത് കൊടുത്തു, 0 കൊടുത്തു. അപ്പോൾ ഇതാണ് ഒരു ചെറിയ പ്രോഗ്രാം. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഈ ഔട്ട്പുട്ടാണ് ഇവിടെ കാണിച്ചത്. എൻറ്റർ യുവർ നെയിം ഞാൻ എന്ത് കൊടുത്തു, നികേത് എന്ന് കൊടുത്തു. ദെൻ അടുത്ത എൻട്രി അടിക്കുമ്പോൾ എന്ത് കാണിക്കും, ഹലോ. ദെൻ അതിന് കൂടെ തന്നെ എന്ത് കാണിക്കും, നമ്മൾ മൈ നെയിമിൽ എന്താണോ ഉള്ളത്, ഇവിടെ നോക്കിക്കേ ആ പ്രോഗ്രാം നോക്കുമ്പോൾ മനസ്സിലാവും. ഹലോ കൊടുത്തു. ദെൻ മൈ നെയിമിൽ എന്താണോ ഉള്ളത്, മൈ നെയിമിൽ എന്താ ഉള്ളത്, നമ്മൾ കൊടുത്ത നെയിമാണ്. ആ നെയിമും കൂടെ അതിൻ്റെ കൂടെ എന്ത് ചെയ്യും, പ്രിൻ്റ് ചെയ്ത് കാണിക്കും, ഹലോ നികേത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഒരു സ്ട്രിങ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. സിമ്പിൾ പ്രോഗ്രാമാണ്. ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. സി ഔട്ട് എൻറ്റർ നെയിം, ദെൻ സീൻ മൈ നെയിം. മൈ നെയിം എന്ന് പറയുന്നത് അറേയുടെ നെയിമാണ്. അറേയിൽ എന്താണോ നമ്മൾ പേര് കൊടുക്കുന്നത് അത് നമുക്ക് വരും. ദെൻ സി ഔട്ട്, നമുക്ക് ഔട്ട്പുട്ടിലോട്ട് വരേണ്ട എന്നാൽ ഹലോൻ്റെ കൂടെ എന്തും കൂടെ വരും, മൈ നെയിമിൽ എന്താണുള്ളത് അതും കൂടെ വരും. ദെൻ അതാണ് ഇവിടെ കാണിച്ചുള്ളത്. നമ്മൾ ആദ്യം ഇത് പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ റൺ ചെയ്യുമ്പോൾ എന്ത് കാണിക്കും, എൻറ്റർ യുവർ നെയിം എന്ന് കൊടുക്കും. അപ്പോൾ എൻറ്റർ യുവർ നെയിം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം. ഇവിടെ ഞാൻ നികേത് എന്ന് കൊടുത്തു. ദെൻ അടുത്ത എൻറ്റർ കീ അടിക്കുമ്പോൾ എന്ത് കാണിക്കും, ഹലോ നികേത്. ദെൻ ആ ഹലോയും നികേതും കൂടെ, ആ മൈ നെയിമിൽ എന്താണ്, മൈ നെയിമിലാണ് നികേത് കിടക്കുന്നത്. മൈ നെയിം എന്ന് പറയുന്ന അറയിലാണ് നികേത് കിടക്കുന്നത്. അതും ഹലോയും കൂടെ എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്തിട്ട് വരും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്ട്രിങ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്പ്ലേ ചെയ്യുന്നത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക പ്രോഗ്രാം. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ സ്ട്രിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് മെമ്മറി അലോക്കേഷൻ ഫോർ എ സ്ട്രിങ്. നമ്മൾ എങ്ങനെയാണ് ഒരു സ്ട്രിങ്ങിനെ മെമ്മറി അലോക്കേഷൻ ചെയ്യുന്നതാണ് പറയുന്നത്. സിമ്പിളാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ദ മെമ്മറി റിക്വയർഡ് ടു സ്റ്റോർ എ സ്ട്രിങ് വിൽ ബി ഈക്വൽ ടു ദ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ എ
ഇൻ ദ സ്ട്രിങ് പ്ലസ് 1 ബൈറ്റ് ഫോർ എ നൾ ക്യാരക്ടർ. എന്ന് വെച്ചാൽ നമുക്ക് എത്രയാണോ സ്ട്രിങ് അതിൻ്റെ ആ ക്യാരക്ടർ നമ്പറും പ്ലസ് എന്തും കൂടെ വേണം, ഒരു നൾ ക്യാരക്ടർ കൊടുക്കാനുള്ള സ്പേസും കൂടെ വേണം. അങ്ങനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടി, സ്ട്രിങ്. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ആപ്പിൾ ആണെങ്കിൽ, ഇപ്പോൾ ആപ്പിൾ എന്ന് എഴുതുന്നതാണെങ്കിൽ 1 2 3 4 5 ഉണ്ടാവും. ദെൻ പ്ലസ് എന്തും കൂടെ ഉണ്ടാവും, ഒരു നൾ ക്യാരക്ടർ കൊടുക്കാനുള്ള /0 എന്ന് കൊടുക്കാനുള്ള ഒരു ബൈറ്റും കൂടെ എന്ത് കൊടുക്കേണ്ടി വരും, എക്സ്ട്രാ മെമ്മറിയിൽ കൊടുക്കേണ്ടി വരും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, മെമ്മറി അലോക്കേഷൻസ് നമ്മൾ സ്ട്രിങ്ങിന് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ, ജസ്റ്റ് സിമ്പിളാണ്. നമുക്ക് എത്രയാണോ ക്യാരക്ടർ ആ ക്യാരക്ടറും പ്ലസ് എന്തും കൂടെ ചേർക്കുക, ആ നൾ ക്യാരക്ടറും കൂടെ ചേർത്തിട്ട് ആ നമ്പർ എന്ത് ചെയ്യുക, കൊടുക്കുക. അതാണ് മെമ്മറി അലോക്കേഷൻ ഫോർ എ സ്ട്രിങ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ട്രിങ്ങിൻ്റെ മെമ്മറി അലോക്കേഷൻസും സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്യുന്നൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ഓൺ എ സ്ട്രിങ്. നമ്മൾ എങ്ങനെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ആയിട്ട് സ്ട്രിങ്ങിനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ബൈ യൂസിങ് ഇൻപുട്ട് ഓപ്പറേറ്റ്, നമ്മൾ ഇതാണ് ഇൻപുട്ട് ഓപ്പറേറ്റർ ആയിട്ട് നമ്മൾ നോർമലി ഇപ്പോൾ യൂസ് ചെയ്യുന്നത് സി എന്നൊക്കെ പറഞ്ഞിട്ട്, ഇതിന് ഔട്ട്പുട്ടായിട്ട് നമ്മൾ എന്ത് കൊടുത്തു, സി ഔട്ട്. ഈ ഒരു ഓപ്പറേറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആണല്ലോ. അപ്പം വി ക്യാൻ ഇൻപുട്ട് ഓൺലി 1 വേർഡ്. നമുക്ക് ഈ ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്യുമ്പോൾ ഒറ്റൊരു വേർഡ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ഇൻപുട്ടായിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ദാറ്റ് മീൻസ് ഇതിന് ഔട്ട്പുട്ടായിട്ട് നമുക്ക് ഒറ്റ വേർഡ് മാത്രമേ കിട്ടുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ കാണിക്കുന്ന സമയത്ത് നമ്മൾ ഇൻപുട്ടായിട്ട് ഹയർ സെക്കൻഡറി എന്ന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ടായിട്ട് എന്തേ വരുള്ളൂ, ഹയർ എന്ന് മാത്രമേ വരുള്ളൂ. പറഞ്ഞ മനസ്സിലായി. ഇപ്പോൾ നമുക്ക് അവിടെ വൈറ്റ് സ്പേസ്, കാരണം ഒറ്റൊരു വേർഡ് മാത്രമേ എന്ത് എടുക്കുകയുള്ളൂ, ഈ ഒരു ഓപ്പറേറ്റർ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്കൊരു സ്ട്രിങ് കംപ്ലീറ്റ് എന്ത് ചെയ്യില്ല, അവിടെ സ്പേസ് വന്നതുകൊണ്ട് തന്നെ ആ സ്പേസിനെ ഇവർ എന്ത് ചെയ്യില്ല, കണക്കാക്കില്ല. ഒറ്റൊരു വേർഡ് മാത്രമേ ഇവർ എന്ത് ചെയ്യുന്നുള്ളൂ, കണക്കാക്കുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം എന്തിൽ വരുന്നുണ്ട്, ഈ ഒരു ഓപ്പറേറ്ററിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഗെറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ നമ്മൾ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദ ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ഇൻപുട്ട് സ്ട്രിങ് കണ്ടെയ്നിങ് വൈറ്റ് സ്പേസ്. കാരണം നമ്മൾ നേരത്തെ വൈറ്റ് സ്പേസ് അവർ എടുക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ എന്ത് എടുക്കുന്നുണ്ട്, വൈറ്റ് സ്പേസും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ സ്പേസും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ക്യാർ എന്താണ് str ഓഫ് എന്താണ് 20, ദെൻ ഗെറ്റ്സ് str എന്ന് കൊടുത്തു. അപ്പോൾ str എന്ന് കൊടുക്കുന്ന സമയത്ത് സി ഔട്ട് എന്ന് കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും, നമ്മൾ എന്താണോ ഇൻപുട്ടായിട്ട് കൊടുത്തത് കംപ്ലീറ്റ്, ഇപ്പോൾ ഹയർ സെക്കൻഡറി എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ഹയർ സെക്കൻഡറി എന്ന് നമുക്ക് ഔട്ട്പുട്ടിലേക്ക് വരും. കാരണം ഇവിടെ ഒരു വൈറ്റ് സ്പേസും കൂടെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടെയ്ൻ ചെയ്യുന്നത്. നേരത്തെ കേസിൽ ഒരു വൈറ്റ് സ്പേസ് എടുക്കില്ല, ജസ്റ്റ് എന്താണോ അതിന് ശേഷം വേണം, വൈറ്റ് സ്പേസിന് ശേഷം വേണം ഒന്നും എന്ത് ചെയ്യുന്നില്ല, എടുക്കില്ല ആ ഒരു ഓപ്പറേറ്ററിൽ, ഇൻപുട്ട് ഓപ്പറേറ്ററിൽ. പക്ഷെ ഇവിടെ എന്ത് എടുക്കുന്നുണ്ട്, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ആ ഒരു സ്ട്രിങ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഗെറ്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട് ഗെറ്റ്സ്. അതിപ്പോൾ മറന്നു പോയത്, ഗെറ്റ്സ് എന്നൊരു ഫംഗ്ഷൻ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ഇൻപുട്ട് സ്ട്രിങ് കണ്ടെയ്നിങ് എ വൈറ്റ് സ്പേസും കൂടെ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഗെറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെയാണ് പുട്സ് എന്ന് പറയുന്നത് എന്താ, ദ ഫംഗ്ഷൻ ഈസ് യൂസ് ടു ഡിസ്പ്ലേ ദ സ്ട്രിങ് ഡാറ്റ ഓൺ ദ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസ്. നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടി സ്റ്റാൻഡേർഡ് ഡിവൈസ് ആകുമ്പോൾ മോണിറ്റർ വഴി നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു മൊത്തം ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ മൊത്തം സ്ട്രിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, പുട്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാർ str ഓഫ് 10 ഫ്രണ്ട്സ് ആണ്, പുട്സ് ഹലോ, പുട്സ് എന്താണ് str എന്ന് കൊടുത്തു. അപ്പോൾ ഈ രണ്ട് സംഭവം നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു str കിടക്കുന്ന സമയം എന്താണോ str കിടക്കുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട്, അപ്പോൾ ഔട്ട്പുട്ട് ഇത് എബോ കോഡ് എന്ന് പറയുമ്പോൾ ഹലോ എന്ന് വരും, ദെൻ ഫ്രണ്ട്സ് എന്ന് വരും. പറഞ്ഞ മനസ്സിലായി, ഹലോ എന്നും വരും, എന്തെന്ന് വരും, ഫ്രണ്ട്സ് എന്നും വരും. അപ്പോൾ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഒരു ഡിസ്പ്ലേ ചെയ്യാൻ, ഒരു സ്ട്രിങ് കംപ്ലീറ്റ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, പുട്സ് യൂസ് ചെയ്യുന്നത്. ഗെറ്റ്സ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വൈറ്റ് സ്പേസ് നമുക്ക് ഒഴിവാക്കാൻ, വൈറ്റ് സ്പേസും കൂടെ അലൗ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഗെറ്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ മറ്റൊരു ഇൻപുട്ടിൽ നമ്മൾ സാധാരണ ഓപ്പറേറ്ററിൽ എന്തെടുക്കില്ല, വൈറ്റ് സ്പേസ് എടുക്കില്ല. ഇതിനകത്ത് വൈറ്റ് സ്പേസും കൂടെ കൺസിഡർ ചെയ്തിട്ട് ഒറ്റ വേർഡായിട്ടാണ് എന്ത് ചെയ്യും, ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക, എക്സാം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഗെറ്റ്സും പുട്സും. ഓക്കെ ആണ്. പുട്സ് എന്ന് പറയുന്നത് എന്താണ്, നമുക്കൊരു ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി സ്ട്രിങ് ഡാറ്റ ഓൺ ദ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസ് വഴി നമുക്ക് എന്ത് ചെയ്യാണ്, ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, പുട്സ് യൂസ് ചെയ്യുന്നത്. രണ്ടും ഫംഗ്ഷൻസ് ആണ്. ഫംഗ്ഷൻസ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ഇതിൻ്റെ അവസാനം 2 ബ്രാക്കറ്റ് ഉണ്ട്, അങ്ങനെയാണ് നമ്മൾ ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ ആണല്ലോ. ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, എല്ലാവർക്കും ഇത്രയും കാര്യം ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഗെറ്റ്സും പുട്സൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, 2 ഫംഗ്ഷൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്ട്രിങ് ചെയ്യേണ്ട ഫംഗ്ഷൻസ് ആണ് അതൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഫംഗ്ഷൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടൊരു പ്രോഗ്രാമാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ടു ഇൻപുട്ട് എ സ്ട്രിങ് ആൻഡ് കൗണ്ട് ദ വവൽസ് ഇൻ എ സ്ട്രിങ്. നമുക്ക് എന്തെങ്കിലും സ്ട്രിങ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുക, ആ സ്ട്രിങ്ങിൻ്റെ അകത്ത് എത്ര വവൽസ് ഉണ്ട് എന്നുള്ള കൗണ്ട് ചെയ്യുക, അതാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ആഷ് ഇൻക്ലൂഡ് IO സ്ട്രീം എന്ന് കൊടുത്തു. ദെൻ സെക്കൻഡ് ലൈൻ നോക്കിക്കുക നിങ്ങൾ, ആഷ് ഇൻക്ലൂഡ് CSTDIO എന്ന് കൊണ്ടു.
ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ ഗെറ്റ്സും പുട്സും നമ്മൾ യൂസ് ചെയ്യണം. ഇത് യൂസ് ചെയ്യണമെങ്കിൽ ഈ ഒരു ലൈബ്രറി നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം. ഈ ലൈബ്രറീൻ്റെ അകത്താണ് ഈ ഒരു സംഭവം കിടക്കുന്നത്. ഈ ലൈബ്രറി എഴുതിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ഗെറ്റ്സ് എന്ന് പറയുന്ന ഫംഗ്ഷനും പുട്സ് എന്ന ഫംഗ്ഷനും നമുക്ക് എന്ത് ചെയ്യുള്ളൂ, വർക്ക് ചെയ്യുള്ളൂ. പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് കൊടുത്തത്, ആഷ് ഇൻക്ലൂഡ് CSTD.io നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കൊടുത്തിരിക്കണം. ഇതിനടുത്ത് നോർമലി നമ്മൾ പറയുന്ന പോലെ തന്നെ യൂസിങ് നെയിം സ്പേസ് STD ഇൻറ്റു മെയിൻ തന്നെ ഫംഗ്ഷൻ കൊടുത്തു. then എന്ത് ചെയ്തു, ബ്രേസ് ഓപ്പൺ ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു, ഒരു അറേ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ക്യാരക്ടർ STR എന്താണ് 20 കൊടുത്തു. കാരണം STR എന്ന് പറയുമ്പോൾ സ്ട്രിങ് ആണ്, അല്ല നമ്മൾ STR അതിൻ്റെ പേരാണ്. ദെൻ ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ഡാറ്റ ടൈപ്പാണ്. സൈസ് 20 കൊടുത്തു. ഇൻറ്റീജർ വവ് ഈക്വൽ ടു 0 നമ്മൾ കൗണ്ട് ചെയ്യാണല്ലോ, വവൽസ് നമുക്ക് കൗണ്ട് ചെയ്യേണ്ട. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇൻറ്റീജർ കൊടുത്തു. അതിന് നമ്മൾ സ്റ്റാർട്ടിങ് എന്ത് കൊടുത്തു, 0 എന്ന് കൊടുത്തു. അതിനുശേഷം Cout എൻ്റർ എ സ്ട്രിങ്. നമ്മൾ Cout എന്ന് പറയുമ്പോൾ എന്താ, ഡിസ്പ്ലേ ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു സ്ട്രിങ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. അത് ഗെറ്റ്സ് സെറ്റ് ചെയ്യാം. ഗെറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ വൈറ്റ് സ്പേസ് നമുക്ക് എന്താണ് അലൗഡ്, നമുക്ക് എത്ര വലിയ വേർഡ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടി എടുത്തത് ഗെറ്റ്സ് STR ഉള്ള വേർഡ് നമുക്ക് എന്ത് ചെയ്യും, അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അതിനുശേഷം നമ്മൾ എന്ത് കൊടുത്തു, 4 int i ഈക്വൽ ടു 0 STR ഓഫ് എന്താണ്, i നോട്ട് ഈക്വൽ ടു /0 i++. കാരണം നമ്മളിവിടെ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, നൾ ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് കൊടുത്തു, സ്വിച്ച് എന്ന് പറയുന്ന, കാരണം സ്വിച്ച് എന്താണെന്നൊക്കെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. STR ഓഫ് i കൊടുത്തു. അപ്പോൾ അതിനകത്ത് വവൽസ് കൊടുത്തിരിക്കുക. നമ്മൾ ഇപ്പം കൊടുക്കുന്ന വേർഡ്, ഇപ്പോൾ വേർഡ് എന്താണോ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, എത്ര വവൽസ് ഉണ്ടെന്ന് നമുക്കിവിടെ കൗണ്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു കോഡ് നമ്മൾ എഴുതിയിട്ടുള്ളത്. AEIOU കൊടുത്തു. അതിനുശേഷം എന്ത് കൊടുത്തു, വവ് പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അടുത്തത് ഇൻക്രിമെൻ്റ് ചെയ്യണം. നമ്മൾ 0 കൊടുത്തിട്ടുള്ളത്. ദെൻ ക്ലോസ് ചെയ്തു. ദെൻ Cout നമ്പർ ഓഫ് വവൽസ് ഇൻ എ സ്ട്രിങ് നമുക്ക് എന്താണ് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഇങ്ങനൊരു വേർഡ് നമ്മൾ കാണിക്കും. ദെൻ STRൽ അവസാനം എന്താണോ കിടക്കുന്നത് അതായിരിക്കും അവിടെ കൊടുക്കുക. ദെൻ ഈസ് വവ് എന്ന് കൊടുക്കും. ദെൻ റിട്ടേൺ 0 കൊടുത്തു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താ നമുക്ക് നോക്കാം, എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഫോളോയിങ് ഔട്ട്പുട്ട് ക്യാൻ ബി എൻ്റർ എ സ്ട്രിങ്. നമ്മൾ ആദ്യം ഇവിടെ കൊടുത്തിട്ട് എന്താണ്, ഒരു എൻട്രേ സ്ട്രിങ് എന്ന് കൊടുത്തില്ലേ. അപ്പോൾ ആദ്യം അത് എന്തിൽ കാണിക്കും, ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും എൻട്രേ സ്ട്രിങ്. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു, ഹലോ ഗൈസ് നമ്മൾ ടൈപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്തതിന് ശേഷം അടുത്ത എൻട്രി അടിക്കുന്ന സമയത്ത് എന്ത് കാണിക്കും, നമ്പർ ഓഫ് വവൽസ് ഇൻ എ സ്ട്രിങ് എന്ന് പറഞ്ഞിട്ട് എന്ത് കാണിക്കും, ഹലോ ഗൈസ് ഈസ് 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ നമ്പർ ഓഫ് വവൽസ് ഇൻ എ സ്ട്രിങ്. STRൽ എന്താ ഉള്ളത്, ആ ഒരു സ്ട്രിങ് ആണത്. അതും അതിൻ്റെ കൂടെ എന്തും കൂടെ കാണിക്കും, വവ് എന്ന് പറയുന്നത് എന്താ, ആ ഒരു കൗണ്ട് എത്രയാണോ അവസാനം ആ കൗണ്ട് ചെയ്തിട്ടുള്ളത് ആ കൗണ്ടും കൂടെ എന്ത് ചെയ്യും, കാണിച്ചു 3. അവിടെ ഇതിൻ്റെ അകത്ത് എത്ര വവൽസ് ഉണ്ട്, 3 ആണുള്ളത്. മനസ്സിലായി. അപ്പം നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം കുറച്ചും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതിനകത്ത് നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നമ്മൾ ഈ ഒരു ലൈബ്രറി ഫംഗ്ഷൻ CSTD.io എന്ന് പറയുന്ന ലൈബ്രറി ഫംഗ്ഷൻസ് യൂസ് ചെയ്താൽ മാത്രമേ എന്ത് വർക്ക് ചെയ്യുള്ളൂ, ഗെറ്റ്സ് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ ആണല്ലോ എല്ലാവർക്കും. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അറേ എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അറേയിൽ അത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അറേ എന്താണെന്ന് പഠിച്ചു, ഡിക്ലറേഷൻ പഠിച്ചു, ഇനീഷ്യലൈസേഷൻ പഠിച്ചു, നമ്മൾ സ്ട്രിങ്ങിനെ കുറിച്ച് പഠിച്ചു, അല്ലേ? ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ, കാരണം ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു ചാപ്റ്ററാണ് അറേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് നോക്കാം. ഫ്രം ദ ഫോളോയിങ് വിച്ച് ഈസ് നോട്ട് ട്രൂ ഫോർ ആൻ അറേ. തന്നിരിക്കുന്നതിൽ അറേയായിട്ട് ബന്ധമില്ലാത്ത ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോട്ട് ട്രൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ, ഇറ്റ് ഈസ് ഈസി ടു റെപ്രസെൻറ്റ് ആൻഡ് മാനിപ്പുലേറ്റ് അറേ വേരിയബിൾസ്. അറേ യൂസസ് എ കോമ്പാക്ട് മെമ്മറി സ്ട്രക്ചർ. റീഡബിലിറ്റി ഓഫ് പ്രോഗ്രാം വിൽ ബി ഇൻക്രീസ്ഡ്. അറേ എലമെൻറ്റ്സ് ആർ ഡിസിമിലർ എലമെൻറ്റ്സ്. ഇപ്പോൾ ഏതായിരിക്കും ഇതിനകത്ത് നോട്ട് ട്രൂ എന്ന് പറയുന്നത്? ലാസ്റ്റ് വൺ ആയിരിക്കില്ലേ. അറേ എന്ന് പറയുന്നത് എന്താണ്, ഒരേപോലുള്ള കുറേ ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്, അറേ എന്ന് പറയുന്നത്. ഇവിടെ ഡിസിമിലർ എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പം ഡിസിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എലമെന്റ്സ് അതിനകത്ത് ഉണ്ടാവുമോ? ഇല്ല. അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത്, റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി 3 എന്താണ്, ട്രൂ ആണ്. ഇതാണ് റോങ് സ്റ്റേറ്റ്മെന്റ്. കാരണം അറേ എന്ന് പറയുന്നത് എന്താണ്, ഒരേപോലുള്ള കുറേ ഡാറ്റാസ് അല്ലെങ്കിൽ എന്താണ് സെയിം ടൈപ്പ് ഓഫ് ഡാറ്റാസ് കളക്ട് ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് എന്ത്, അറേ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ നിങ്ങൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് ഡിക്ലറേഷൻ ഇൻറ്റ് മാർക്ക് 50. ഇറ്റ് ഈസ് വാലിഡ് ഇഫ് നോ ഗിവ് ദ കറക്റ്റ് ഡിക്ലറേഷൻ. കാരണം ഈ ഒരു ഡിക്ലറേഷൻ കറക്റ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അറേ ഡിക്ലെയർ ചെയ്യുന്നത്, ഡാറ്റ ടൈപ്പ് അല്ലേ, ദെൻ എന്താണ് അറേ നെയിം, ദെൻ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലാണ് എന്ത് കൊടുക്കുന്നത്, നമ്മൾ സൈസ് കൊടുക്കുന്നത് അല്ലേ. ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ആണോ? അല്ല, പാരന്തസിസ് ആണുള്ളത്. അപ്പോൾ ഇതെന്താണ്, ഇതാണ് ഇതിൻ്റെ റോങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതും, ഇറ്റ് ഈസ് നോട്ട് വാലിഡ്. ദ കറക്റ്റ് ഡിക്ലറേഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഇൻറ്റ് മാർക്ക് സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ എന്ത് കൊടുക്കും, 50 കൊടുക്കും. ദ സ്ക്വയർ ബ്രാക്കറ്റ് ഈസ് ഇൻസ്റ്റെഡ് ഓഫ് എന്താണ്, പാരന്തസിസ്. പാരന്തസിന് വരെ അവിടെ എന്താ കൊടുക്കേണ്ടത്, സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. അതാണ് ഇവിടുത്തെ തെറ്റെന്ന് പറയുന്നത്.
പറ മനസ്സിലായി. അപ്പോൾ അതാണ് അറേ ഡിക്ലറേഷൻ കറക്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് ഡിക്ലറേഷൻ ഇൻറ്റു മാർക്ക് ഓഫ് 200. ദ ഇൻഡെക്സ് ഓഫ് ദ ലാസ്റ്റ് എലമെന്റ് ഈസ്, കാരണം 200 ആണ്. അപ്പോൾ ഇൻഡെക്സ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? 0 എന്നായിരിക്കും. ദെൻ സൈസ് 200 ആണെങ്കിൽ എന്തായിരിക്കും? ലാസ്റ്റ് എന്തായിരിക്കും? 200 - 1 ആയിരിക്കും. എത്രയാണോ ലാസ്റ്റ് ദെൻ n-1 അങ്ങനെയായിരിക്കും. അപ്പോൾ 200 - 1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 199. പറ മനസ്സിലായി. ഇവിടെ 10 ആണെങ്കിൽ എന്തായിരിക്കും? ലാസ്റ്റ് വരുന്ന എന്തായിരിക്കും? 9 ആയിരിക്കും. 500 ആണെങ്കിൽ എന്തായിരിക്കും? 499 ആയിരിക്കും. പറ മനസ്സിലായോ നിങ്ങൾക്ക്? ഇതാണ് അതിൻ്റെ ആൻസർ, 199 എന്ന് പറയുന്നത്, ഇൻഡെക്സിൽ ലാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ആലോചിച്ചാൽ മതി, എത്രയാണോ വരുന്നത് അതിൻ്റെ അകത്ത് ഒന്ന് മൈനസ് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? ഈ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് ഡിക്ലറേഷൻ ഇൻറ്റു മാർക്ക് 200. ദ ഇൻഡെക്സ് ഓഫ് ദ ഫസ്റ്റ് എലമെന്റ്. എന്തായിരിക്കും ഫസ്റ്റ് എലമെന്റ്? പറഞ്ഞേ, 0 ആയിരിക്കും അല്ലേ? നമ്മൾ പറഞ്ഞ എപ്പോഴും ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇടുന്നതായിരിക്കും 0 എന്നായിരിക്കും. എൻഡ് ചെയ്യുന്ന എന്താണ്? അതിനകത്ത് ഒന്ന് മൈനസ് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? ഇത് 0 ആണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഇതൊക്കെ ഒരു മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ഫോളോയിങ് ഇൻറ്റു ഏജ് ഓഫ് 4, 15, 16, 17, 18. From the following, which type of initialization this? Direct assignment along with the variable declaration, multiple assignment, none of this. അപ്പോൾ ഇതെന്താണ്? നമ്മൾ ഇതിന് എന്ത് ടൈപ്പ് ഇനീഷ്യലൈസേഷൻ എന്നാണ് പറയുക? നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ അറേ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ഇനീഷ്യലൈസേഷൻ ആണ് ഈ ഒരു ടൈപ്പ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? എലോങ് വിത്ത് ഡിക്ലറേഷൻ. കാരണം നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നതാണ് ഇങ്ങനൊരു ഇനീഷ്യലൈസേഷൻ എന്ന് പറയാം. അപ്പോൾ അതിന് നമുക്ക് എന്ത് വിളിക്കാം? എലോങ് വിത്ത് വേരിയബിൾ ഡിക്ലറേഷൻ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നില്ല, നമ്മൾ ഓൾറെഡി അറേ ഡിക്ലെയർ ചെയ്യുന്ന സമയത്തിന് വാല്യൂസ് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താ? എലോങ് വിത്ത് വേരിയബിൾ ഡിക്ലറേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം ദ ഫോളോയിങ് വിച്ച് ഈസ് യൂസ്ഡ് ടു റീഡ് ആൻഡ് ഡിസ്പ്ലേ അറേ എലമെന്റ്സ് അല്ലേ? ലൂപ്പ്, ഇഫ്, സ്വിച്ച്, ഇഫ് എൽസ് ലാഡ്. അപ്പോൾ നമ്മൾ എന്ത് വെച്ചിട്ടാണ് അറേ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്, റീഡ് ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ആ കോഡിൽ എന്താ ഉണ്ടായത്? ഫോർ ലൂപ്പല്ല ഉണ്ടായത് അല്ലെ? ലൂപ്സ് അല്ല ഉണ്ടായത്, ഫോർ ലൂപ്പല്ല. അപ്പോൾ നമ്മൾ ലൂപ്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അറേ നമ്മൾ റീഡ് ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്. അറേ എലമെന്റ്സ് നമ്മൾ റീഡ് ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ലൂപ്പ് വെച്ചാണ്. വൈൽ ലൂപ്പോ ഫോർ ലൂപ്പോ അങ്ങനെ വെച്ചിട്ടാണ്. നമ്മൾ മെയിനായിട്ട് എന്താ യൂസ് ചെയ്യുന്നത്? ഫോർ ലൂപ്പ് വെച്ചിട്ടാണ് നമുക്ക് അത് ഈസി ആയിട്ട് അറേ നമുക്ക് റീഡ് ചെയ്യാനും അതേപോലെ ഡിസ്പ്ലേ ചെയ്യാനും പറ്റുന്നത്. അതൊന്ന് ഓർത്ത് വെക്കുക എല്ലാവരും. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ കറസ്പോണ്ടിങ് മെമ്മറി കൺസപ്ഷൻ ഇൻ ബൈറ്റ്സ്. നമുക്ക് കറക്റ്റ് മെമ്മറി എഴുതണം. സൈസ് നമ്മൾ നേരത്തെ പറഞ്ഞു, സൈസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ടോട്ടൽ ബൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? സൈസ് ഓഫ് ഡാറ്റ ടൈപ്പ് ഇൻറ്റു എന്താണ്? സൈസ് ഓഫ് അറേ ആണ്. അപ്പോൾ ഇൻറ്റ് ഏജ് ഓഫ് 10 എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻറ്റിൻ്റെ സൈസ് എന്താ? 4 ആണ്. ദെൻ അറേയുടെ സൈസ് 10 ആണ്. അപ്പോൾ 4 × 10 എന്താണ്? 40. ദെൻ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? ക്യാരക്ടർ എന്താ? 1 ആണ്. ഇതിൻ്റെ 10 ആണ്. അപ്പോൾ എന്ത് കിട്ടി? 10 കിട്ടി. ഓക്കെ. ദെൻ ഇൻറ്റ് ഏജ് എന്ന് പറയുമ്പോൾ എന്താ? 4 × 10 രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ എന്താണ്? 10 × 10 എന്ന് പറയുമ്പോൾ എന്താ? 100 ആണ് അല്ലേ? അപ്പോൾ 4 × 100 400 വരും. ഓക്കെ ആണല്ലോ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? ബൈറ്റ് അല്ലെങ്കിൽ സൈസ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അത് എളുപ്പമാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് ഇൻറ്റ് ഏജ് ഓഫ് 4 = 12, 13, 14. സി ഔട്ട് ഏജ് 3, വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട്? കാരണം ഇവിടെ 4 ആണ് തന്നിട്ടുള്ള സൈസ്. 4 എന്ന് പറയുമ്പോൾ 0 to 3 നമ്മൾ കിടക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ മെമ്മറി നോക്കാം. 1, 2. 0 12 ആയിരിക്കും, 1 13 ആയിരിക്കും, 2 14 ആയിരിക്കും. ദെൻ 3 ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അവിടെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് എന്താ കാണിക്കുക? 0 ആണെന്നാണ് കാണിക്കുക. കാരണം 0th പൊസിഷനിൽ ആരാളുള്ളത്? 12 ആണ്. 1th പൊസിഷനിൽ ആരാളുള്ളത്? 13 ആണ്. 2nd പൊസിഷനിൽ ആരാളുള്ളത്? 14 ആണ്. 3rd പൊസിഷനിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചത് എന്താണ് ഔട്ട്പുട്ട് കാണേണ്ടത്? ഏജ് ഓഫ് 3 ആണ്. മൂന്നാമത്തെ ഇത് ലൊക്കേഷനിൽ ആരാളുള്ളത് അതിനാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. മൂന്നാമത്തെ ലൊക്കേഷനിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, 0 ആണ്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ ആണോ ഇതൊക്കെ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. ദ എലമെന്റ് ഓഫ് 2-dimensional array ക്യാൻ ബി റീഡ് യൂസിങ് ലൂപ്പ്. നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? 2-dimensional array ഉണ്ട്. നമുക്ക് അറേ 2 ടൈപ്പ് ഉണ്ട്. 1-dimensional, 2-dimensional ഒക്കെ ഉണ്ട്. അത് നമ്മൾ 2-dimensional arrayക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? നെസ്റ്റഡ് ലൂപ്പ്. ഇതൊക്കെ നമ്മളോട് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു. നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ മറ്റൊരു ലൂപ്പ് വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? നെസ്റ്റഡ് ലൂപ്പ്. അപ്പോൾ നമ്മൾ 2-dimensional array നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ എന്താണ് യൂസ് ചെയ്യേണ്ടത്? നെസ്റ്റഡ് ലൂപ്പാണ് യൂസ് ചെയ്യേണ്ടത്. മറന്നു പോകരുത്. ഓക്കെ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് റീഡിങ്
ഓർ വിസിറ്റിംഗ് എലമെൻറ്റ്സ് ഓഫ് എൻ അറേ. നമ്മൾ എന്താണ് ഒന്നെങ്കിൽ റീഡ് ചെയ്യാനും വിസിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തോ ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നത്? ട്രാവേഴ്സൽ. നേരത്തെ പറഞ്ഞല്ലോ, ഒരു അറേയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒറ്റ പ്രാവശ്യം നമ്മൾ മീറ്റ് അല്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളും നോക്കി വരുന്നതിന് വിളിക്കുന്ന പേരെന്താണ്? ട്രാവേഴ്സൽ. അപ്പം ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് റീഡിങ് ഓർ വിസിറ്റിംഗ് എലമെൻറ്റ്സ് ഓഫ് എൻ അറേ. ഒരു അറേയിൽ കൂടെ നമ്മൾ അറേയുടെ എല്ലാ എലമെൻറ്റ്സും റീഡ് ചെയ്യുകയും വിസിറ്റും ചെയ്യുന്ന ഓപ്പറേഷൻ വിളിക്കുന്ന പേരെന്താണ്? ട്രാവേഴ്സൽ. മറന്നു പോകരുത്. ഓക്കെ ആണല്ലോ? യെസ്. നെക്സ്റ്റ് 11th ക്വസ്റ്റ്യൻ. Anjali wants to read the 10 marks that already stored in an array and find the total. The process is known as എന്തായിരിക്കും? നമ്മൾ അഞ്ജലി എന്താണ് 10 നമ്പർ അതിൻ്റെ അകത്ത് കൊടുത്തു. അപ്പോൾ ഈ 10 നമ്പർ അതിൻ്റെ അകത്ത് ഉണ്ടോ എന്ന് നമുക്ക് എന്ത് ചെയ്യണം? നോക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേര് എന്താണ്? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഇത് വേറെ രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരെന്താണ്? ട്രാവേഴ്സൽ. കാരണം നമ്മളെല്ലാ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ എല്ലാ സ്ഥലം പോയി നോക്കണേ, എല്ലാ ലൊക്കേഷനിലും പോയി നോക്കണേ, വിസിറ്റ് ചെയ്യണ്ടേ, എന്നാലല്ലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിനെന്താണ്? ട്രാവേഴ്സലാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ വേറെ രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം, നേരത്തെ പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാണ്, ഇവിടെ എന്ത് ചെയ്തു? ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മോട് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ട്രാവേഴ്സിലാണ് ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻ. ഓക്കെ ആണ് എല്ലാവർക്കും? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ എലമെൻറ്റ് ഓഫ് ആൻ അറേ ഓഫ് സൈസ് 10 ആർ നമ്പേർഡ് ഫ്രം എന്തായിരിക്കും? 0 to 9. 10 ആകുമ്പോൾ എന്താ? 0 to 9 ആയിരിക്കും. 20 ആകുമ്പോൾ എന്താ? 0 to 19 ആയിരിക്കും. അറിയാലോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. ദ എലമെൻറ്റ് ഓഫ് ആൻ അറേ ഓഫ് സൈസ് 10 ആർ നമ്പേർഡ് ഫ്രം എന്തായിരിക്കും? 0 to 9. ഓക്കെ ആണല്ലോ? ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എലമെൻറ്റ് മാർക്ക് ഓഫ് 6 ഈസ് വിച്ച് എലമെൻറ്റ് ഓഫ് ദ അറേ? ഇവിടെ നമ്മൾ 6 കൊടുത്തു. അപ്പം ഈ ഒരു 6th ഓഫ് എന്താണ് ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ? എന്താ? വിച്ച് എലമെൻറ്റ് ഓഫ് ദ അറേ എന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്താണ്? 6th ആണോ 7th ആണോ 8th ആണോ? ഇമ്പോസിബിൾ ടു ടെൽ. അപ്പോൾ എന്തായിരിക്കും ആൻസർ? 7th ആണ്. ഇവിടെ പറഞ്ഞ എന്താണ്? വിച്ച് എലമെൻറ്റ് ഓഫ് ദ അറേ എന്ന് ചോദിച്ചത്. മാർക്ക് 6 എന്ന് പറയുന്നത്. അപ്പോൾ 6 പൊസിഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇത് 7th ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. നെക്സ്റ്റ് 14th ക്വസ്റ്റ്യൻ. വെൻ എ മൾട്ടി ഡയമെൻഷണൽ അറേ ഈസ് ആക്സസ്ഡ് ഈച്ച് അറേ ഇൻഡെക്സ്. നമ്മൾ എങ്ങനെയാണ് ഒരു മൾട്ടി ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഒന്നിൽ കൂടുതൽ വരുമ്പോഴാണ് നമ്മൾ മൾട്ടി എന്ന് പറയുന്നെങ്കിൽ 2 ഡയമെൻഷൻ അല്ലെങ്കിൽ 3 ഡയമെൻഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? 3ൽ കൂടുതലൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് പറയും? മൾട്ടി ഡയമെൻഷൻ പറയുന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? സറൗണ്ടഡ് ബൈ ബ്രാക്കറ്റ്. ഇങ്ങനെ തന്നെ പഠിച്ചാൽ മതി ഈ ഒരു സംഭവം. കാരണം സെപ്പറേറ്റഡ് ബൈ കോളംസ്, നമ്മൾ കോളംസ് സെപ്പറേറ്റ് ആയിട്ടല്ല ചെയ്യുന്നത്. സറൗണ്ടഡ് ബൈ ബ്രാക്കറ്റ്സ് ആൻഡ് സെപ്പറേറ്റഡ് ബൈ കോമാസ്, സെപ്പറേറ്റഡ് ബൈ കോമാസ് ആൻഡ് സറൗണ്ടഡ് ബൈ ബ്രാക്കറ്റ് ആൻഡ് സറൗണ്ടഡ് ബൈ ബ്രാക്കറ്റ്. അപ്പോൾ നമ്മൾ മൾട്ടി ഡയമെൻഷൻ അറിയാൻ നമ്മൾ എങ്ങനെയാണ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ആക്സ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്രാക്കറ്റ് വെച്ച്. അപ്പോൾ ഫോർ എക്സാമ്പിൾ a of 10 ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൾട്ടി ഡയമെൻഷൻ അറിയാൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? കാണിക്കുന്നത്. കാരണം സറൗണ്ടഡ് ബൈ ബ്രാക്കറ്റ്സ് ആണ്. ഓക്കെ ആണ്. അപ്പോൾ ജസ്റ്റ് ഓർത്ത് വെക്കുക എല്ലാവരും. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് എ കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് വിത്ത് സെയിം ഡാറ്റ ടൈപ്പ്. എന്താ? അറേ. നമ്മൾ ഒരേപോലെ കുറേ ഡാറ്റ ടൈപ്പ് കളക്ട് ചെയ്ത് വെക്കുന്ന സ്ഥലത്തെയാണ് എന്ത് പറയുന്നത്? അറേ എന്ന് പറയുന്നത്. ഓക്കെ ആണോ എല്ലാവർക്കും? ഇതാണ് ക്വസ്റ്റ്യൻസ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു അറേ എന്ന് പറയുന്ന ചാപ്റ്ററോടെ കംപ്ലീറ്റ് ആയി. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ് അറേ എന്ന് പറയുന്നത്. അറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? ഒരേപോലെ കുറേ ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നൊരു സ്ഥലമാണ് അറേ എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമ്മൾ അതിൻ്റെ ഡിക്ലറേഷൻ പറഞ്ഞു, ഇനീഷ്യലൈസേഷൻ പറഞ്ഞു, അതേപോലെ സ്ട്രിങ് അല്ലെ, പുട്സ്, ഗെറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. അത് മാത്രമേ നമ്മൾ റിപ്പീറ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുകയും എക്സാം പോയിന്റ് എന്ന് പറഞ്ഞ ഗൈഡ് വെച്ച് പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ട് എന്ത് കിട്ടും? നല്ലൊരു സ്കോർ ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.